അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീഷാജി. അപ്പോൾ ഞാൻ ഇന്നൊരു തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോകും കേട്ടോ. ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഹോട്ടൽ സ്റ്റൈലിലാണ്. പക്ഷേ ഹോട്ടലിൽ അത് താഴേക്ക് തൂമിക്കാന്നൊക്കെ പറയും. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, എണ്ണയിൽ വാട്ടി കാരണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പോയി നോക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചു. പിന്നെ വെള്ളം നന്നായി വറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എണ്ണ പൊട്ടി തെറിക്കും. പിന്നെ ഞാൻ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സബോള ഇട്ട് കൊടുത്തു. ഒരു 3 വലിയ സബോള എടുത്തിരിക്കുന്നത്. ഒരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പും ഞാൻ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നന്നായി വഴഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു 3 വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതും കൂടി നല്ലോണം അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ പിന്നീട് താളിക്കണില്ല, എണ്ണയിൽ വഴറ്റണ കാരണം കൊണ്ട്. അപ്പോൾ നമുക്ക് അത് നന്നായി വഴഞ്ഞതിന് ശേഷം ഞാൻ അതിൽ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായി അതിൻ്റെ പച്ചമണം കൂടി കൊണ്ട് പോയതിന് ശേഷം നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം. തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വെച്ചിട്ട് അരച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി ചട്നി അരച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.